അയ്യപ്പൻ ചേട്ടാ, മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും പ്രിയദർശനും ഒരാളും കൂടി ഉണ്ട്, MG ശ്രീകുമാർ. അപ്പോ പ്രിയദർശൻ ബാനറിലെ 100ാമത്തെ ചിത്രമാണ് ഇറങ്ങാൻ പോകുന്നത്. മോഹൻലാലാണ് നായകനായി വരുന്നത്. അതേപോലെ MG ശ്രീകുമാറിന്റെ ഗാനങ്ങളോടുകൂടി ഒരു സോങ്. അത് ഉറപ്പായിട്ടും ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ത്രില്ലർ മൂവി ആയിരിക്കും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു കൂട്ടുകെട്ട് എപ്പോഴും നമുക്ക് ചില ഭക്ഷണങ്ങളോടൊക്കെ ക്രേവിങ്സ് ഉണ്ടാവുന്നല്ലോ, ചില വെതർ, ചില കാലാവസ്ഥയോടൊക്കെ ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന പോലെ തന്നെ സിനിമാ പ്രേമികൾക്ക് എന്നും ഒരു ക്രേവിങ്സ് ആയിട്ടുള്ള ഒരു ജോണർ ഓഫ് മൂവിയാണ് പ്രിയദർശൻ മോഹൻലാൽ കോംബോ വരുന്നത്. അതിൽ ഒരു കൂട്ടം സിനിമകളുണ്ട്. അതിനകത്തില് തന്നെ ഒരു സിനിമ കൂടി ആകാൻ പോവുകയാണ്. അതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. അനൗൺസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അടുത്ത ചിത്രം അനൗൺസ് ചെയ്തു, മോഹൻലാലിനോടൊപ്പമായിരിക്കും. പ്രിയദർശന്റെ 100ാമത് ചിത്രം, അത് അനൗൺസ്മെന്റ് കഴിഞ്ഞു. ആശീർവാദാണ് സിനിമ ചെയ്യുന്നത്. മോഹൻലാലിന്റെ തന്നെ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആതിര പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ പൂച്ചക്കുരു മൂക്കുത്തിയിൽ തുടങ്ങുന്ന കൂട്ടുകെട്ടാണ്. പൂച്ചക്കുരു മൂക്കുത്തിയിൽ തുടങ്ങി ഇപ്പോ ഇനി 100ാമത്തെ ചിത്രത്തിലും തന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മോഹൻലാലിനെ വെച്ച് തന്റെ 100ാമത്തെ ചിത്രവും ചെയ്യണം എന്ന പ്രിയദർശന്റെ ആഗ്രഹം. താളവട്ടം, ചിത്രം, വെള്ളാനകളുടെ നാട്, വന്ദനം, അക്കരെ അക്കരെ അക്കരെ, കിലുക്കം, മിഥുനം, തേന്മാവിൻ കൊമ്പത്ത്, കാലാപ്പാനി, ചന്ദ്രലേഖ, ഒപ്പം എല്ലാ സിനിമയും എന്ന് പറഞ്ഞാല് ഒരു നാഴിക കല്ല് പോലെയാണ്. പിന്നീട് MG മോഹൻലാൽ കൂട്ടുകെട്ടിനെ നമുക്ക് ഒന്നും പറയാനില്ല. കാരണം അവരുടെ സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്, എവർഗ്രീൻ സോങ്ങുകൾ എന്നൊക്കെ പറയാം. എത്രയധികം റാപ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും MG ശ്രീകുമാറിന്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറയുന്ന പോലെ ഇവർ തമ്മിലുള്ള ഒരു ലിപ്സിംഗ് ആണെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന് ഏറ്റവും അനുയോജ്യമായ ഒരു വോയിസ് എന്ന് പറയുന്നത് MG ശ്രീകുമാറിന്റെ വോയിസ് ആണ്. പിന്നീട് ഉള്ളൊരു രസമെന്ന് പറഞ്ഞാല് ഒരു തട്ടുപൊളിപ്പൻ പാട്ട് എന്തായാലും അതിലുണ്ടാവും. എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു പാട്ട് MG മോഹൻലാൽ കൂട്ടുകെട്ടിനകത്തിലുണ്ടാവും. ഈ അവസാനം ഇറങ്ങിയ തുടരുവാണെങ്കിൽ പോലും അതിലും ഇവരുടെ ഒരു കോമ്പറ്റീഷൻ ഓഫ് സോങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഫാമിലി ത്രില്ലർ ആയിരിക്കും. ഉറപ്പായിട്ടും ഒരു ഫാമിലി ത്രില്ലർ പ്ലസ് കോമഡി ഉണ്ടാവും. അതേപോലെ MGയുടെ പാട്ടുകൾക്കുള്ള സ്വാധീനം ഉണ്ടാവും. അപ്പോ ഇവരുടെ തന്നെ ഒരു പഴമയിലെ 100ാം സിനിമ എന്ന് പറയുമ്പോൾ അതിന് അത്രത്തോളം ഒരു മധുരമേറും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പിന്നീട് ഈ കൂട്ടുകെട്ടിലെ ബാക്കിയെല്ലാം ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചിത്രം എന്താണ്, ഷൂട്ടിംഗ്, അതിന്റെ കാര്യം അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവര് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഒരു ഫാമിലി മൂവീസ് ആയിരുന്നു. അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് ചിരിക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും വിഷമിക്കാനുള്ളതും ചില സിനിമകളൊക്കെ വീണ്ടും ചില പോർഷൻസ് ഒക്കെ വീണ്ടും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഈ ചിത്രമൊക്കെ ആണെങ്കിൽ ഒരു പോർഷൻ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് സ്കിപ്പടിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതേപോലെ കാലാപ്പാനി ഒരു വ്യത്യസ്ത ജോണറായിട്ടൊരു സിനിമയാണ് കാലാപ്പാനി എന്ന് പറയുന്നത്. അതിലെ മ്യൂസിക്കുകളും ഭയങ്കര ഹിറ്റായിട്ടുള്ള മ്യൂസിക്കുകളാണ്, സോങ്ങുകളാണ്, എവർഗ്രീൻ സോങ്ങുകളാണ്. അതേപോലെ ചന്ദ്രലേഖയെ പറ്റിയിട്ട് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ചന്ദ്രലേഖയില് തന്നോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ചില സീക്വൻസ് ഒക്കെ വരുന്ന സമയത്ത് നെടുമുടി വേണു ചേട്ടനുണ്ട്, ഇതേപോലെ നമ്മുടെ ഇന്നസെന്റ് ചേട്ടനുണ്ട്, മാമുക്കോയ, സുകുമാരി അമ്മ, അഗസ്റ്റിനുണ്ട്. ഈ ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ല. ആ ഒരു കൂട്ടത്തിലേക്ക് ഇത് ശ്രീനിവാസൻ ചേട്ടൻ മരിക്കുന്നതിന് മുൻപ്, മഹാനടനായ ശ്രീനിവാസൻ മരിക്കുന്നതിന് മുൻപായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു സിനിമയിലേക്ക് നോക്കുമ്പോൾ ശ്രീനിവാസനും ഇല്ല. അപ്പൊ ആ സിനിമ, ചില സിനിമകൾക്ക് ഇദ്ദേഹത്തിന് വീണ്ടും കാണാൻ തോന്നിക്കാത്ത. അതേപോലെ നമുക്ക് ഇത് മോഹൻലാൽ ഇത് പറഞ്ഞതിന് ശേഷം ചന്ദ്രലേഖ എപ്പോ കണ്ടു കഴിഞ്ഞാലും ഞാനത് ആലോചിക്കാറുണ്ട്, ഈ ഫ്രെയിമിലുള്ള ഈ മനുഷ്യരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ആ കൂട്ടത്തിലേക്ക് ശ്രീനിവാസനും ഉണ്ട്. ആ ഒരു അത്തരം സിനിമ അത് കാണാതിരിക്കാൻ പറ്റില്ല. അക്കരെ 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 എവർഗ്രീൻ ഹിറ്റാണ്. ശ്രീനിവാസന്റെയും മോഹൻലാലിന്റെയും ആ ഒരു കോംബോ ഹിറ്റ് സിനിമയാണത്. അപ്പൊ അത്തരം ഹിറ്റുകളുടെ മറ്റൊരു ഫാമിലി മൂവി ആയിട്ടാണെന്ന് തോന്നുന്നു ഇത് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ മലയാള സിനിമ, അതില് ചില ഡയറക്ടേഴ്സ്, നടന്മാരുടെയൊക്കെ കോംബോ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ പത്മരാജൻ സിനിമകളുടെ ജോണർ, അതേപോലെ തന്നെ പ്രിയദർശൻ സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഫാമിലി മൂവീസ് ആണ്. പ്രിയദർശന്റെ സിനിമ, പ്രിയദർശൻ കോമഡിയുടെ ആളാണ്. കോമഡി, ശുദ്ധമായ ഹാസ്യം, വെട്ടം. അതെ, അത് മോഹൻലാലിന്റെ സിനിമയല്ല, എന്നാലും പറഞ്ഞതാണ്. പ്രിയദർശന്റെ എല്ലാവർക്കും കണ്ടിരിക്കുന്ന ഒരു പ്രധാന സിനിമയാണ് വെട്ടം, ആ ഒരു മൂവി. അത്തരത്തില് ഒരുപാട് പ്രിയദർശൻ ഇതില് ഇപ്പൊ അദ്ദേഹത്തിന്റെ 100ാമത് ചിത്രമാണ്
പ്രിയദർശൻ മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പോകുന്നത്. പ്രിയദർശന്റെ 100ാമത് ചിത്രമാണ്. ഈ പ്രിയദർശന്റെ 100 ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചത് ഏതാണ്ട് ഒരു 1/4 ചിത്രങ്ങൾ. മോഹൻലാലും പകുതിയില് പാട്ടുകൾക്ക് എംജിക്ക് സ്വാധീനമുണ്ട്. അതെ, അല്ല ഇതിൽ നമ്മൾ പറയുമ്പോൾ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അതിന്റെ നിർമ്മാതാവിനെ കൊണ്ടുവരുന്നതൊക്കെ പ്രിയനും മോഹൻലാലും തന്നെ പറഞ്ഞ രസകരമായ കഥകളുണ്ട്. ഈ പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന പടത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ശ്രീനിവാസനാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഏതാണ്ട് ഓൺലൈൻ മാത്രമേ പ്രിയദർശന്റെ കയ്യിലുള്ളൂ. തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇവർ ഈ പറയുന്ന ഇതിന് ഫണ്ട് എന്ന് പറയുന്നത് ഇവരുടെ ഇല്ല. പടം നിർമ്മാണത്തിന് കാശ് വേണം. പ്രിയദർശൻ ഒരു സംവിധായകനായി സ്വതന്ത്ര സംവിധായകനായി തീരുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ നവോദയ അപ്പച്ചന്റെ മൈഡിയർ കുട്ടിച്ചാത്താൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സഹസംവിധായകനായിട്ട് പ്രിയദർശൻ പോകുന്നുണ്ട്. നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി. അതായത് പ്രിയദർശൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംവിധായകനായ ആളല്ല. സിനിമയിൽ തിരക്കഥ എഴുതാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പോയിട്ടുണ്ട്. ഒരേ കാലഘട്ടത്തിൽ സിനിമ എന്ന മോഹവുമായി മദ്രാസിലേക്ക് വണ്ടി കയറിയവരാണ് മോഹൻലാലും പ്രിയദർശനും. അപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു വില്ലൻ വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം അത് നവോദയ അവരാണ് ആ പടം നിർമ്മിക്കുന്നത്. അത് ആലപ്പുഴയിലെ വലിയൊരു സിനിമ, നവോദയ ഫിലിംസ്. അതെ, അപ്പൊ അവരാണ് ഈ പടം നിർമ്മിക്കുന്നത്. ഫാസിൽ പോലും ഒരു നവാഗത സംവിധായകനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മോഹൻലാൽ കുറച്ച് ചിത്രങ്ങളിൽ വില്ലൻ വേഷം ചെയ്യുന്നു. ആ വില്ലൻ വേഷങ്ങളിൽ നിന്ന് മോഹൻലാലിന് ഒരു സ്വഭാവ നടൻ കം കോമഡി എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് പ്രിയദർശൻ തന്നെയാണ്. അപ്പൊ പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന ചിത്രം കൊല്ലത്തെ ഒരു കശുവണ്ടി മുതലാളിയെ കാണാൻ പടം നിർമ്മിക്കാനായി ഒരു കൊല്ലത്തെ കശുവണ്ടി മുതലാളിയാണോ അതോ ഇനി കൊല്ലത്തെ അറിയപ്പെടുന്ന ഒരു മുതലാളി, ഒരു ഫാമിലിയിൽ ഇവർ രണ്ടുപേരും പിന്നെ സുരേഷ് കുമാറും ഈ പറയുന്ന പ്രിയദർശനും കൂടെ പോയ കഥയൊക്കെ വളരെ കോമഡി ആയിട്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് കുമാർ കുറച്ച് കാശുകളുടെ ഈ പടത്തിൽ, മേനകയുടെ ഹസ്ബൻഡ് സുരേഷ് കുമാർ ഇതിന്റെ നിർമ്മാതാവാണ്. കുറച്ച് കാശൊക്കെ പുറത്തുനിന്നൊക്കെ മറിച്ച് അങ്ങ് രണ്ടും കൽപ്പിച്ച് പടം ചെയ്യാനായി ഇറങ്ങിയതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ലാലിനെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ 100ാമത് ചിത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇതില് ഇപ്പോ ആതിര പറഞ്ഞ സിനിമകളൊക്കെ തന്നെ ഇതിന്റെ മോഹൻലാലിന്റെ ഏറ്റവും ഒരു യൗവന കാലത്താണ് ഇദ്ദേഹം ഈ സിനിമകളൊക്കെ. മോഹൻലാലിന്റെ 26 വയസ്സ്, 25 വയസ്സ്, 28, 30 വരെയുള്ള ആ സമയത്തിനൊക്കെ മോഹൻലാലിനെ കാണാൻ ഏറ്റവും ഭംഗിയായി ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിൽ പ്രിയദർശൻ എസ് കുമാർ എന്ന് പറയുന്ന ഒരു ഛായാഗ്രാഹകനുണ്ട്. അതും നമ്മൾ ഇതിൽ പറയണം. മോഹൻലാല് MG ശ്രീകുമാറിനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ എസ് കുമാർ, പ്രിയദർശൻ, പിന്നെ ഈ പറയുന്ന മണിയമ്പിള്ള രാജു, MG ശ്രീകുമാറിന്റെ പാട്ടിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. MG ശ്രീകുമാറിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ നിമിഷം വരെ യേശുദാസിന്റെ സൗണ്ട് മാത്രമാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ ഒരു 16 വയസ്സ് വരെയൊക്കെ, 16-17 വയസ്സിലൊക്കെയാണ് ഞാൻ MG ശ്രീകുമാറിന്റെ പാട്ട് ആദ്യമായിട്ട്. അന്ന് മോഹൻലാൽ സ്റ്റാറായി വരുന്ന സമയമാണ്. അന്ന് ഈ പറയുന്ന പോലെ MG ശ്രീകുമാറിന്റെ ഏറ്റവും ഒരു വിഭിന്നമായ ഒരു സ്വരമാണ് കേട്ടിട്ടുള്ളത്. മോഹൻലാലിന് പറ്റിയ സ്വരമാണെന്ന് അങ്ങ് എല്ലാവരും ആരാധകരങ്ങ് റെഡിയാക്കുകയാണ്. കാര്യം ഇവരെല്ലാം ഒരുമിച്ച് മോഡൽ സ്കൂളിൽ പഠിച്ചാണ്. തിരുവനന്തപുരത്ത് മോഡൽ സ്കൂള്, അവിടെ നിന്ന് അങ്ങോട്ട് MG കോളേജ്. അങ്ങനെ ഈ ചിത്രവും കിലുക്കമൊക്കെ ഏകദേശം ഇല്ല ഒരേ സമയത്താണ്. ചിത്രം 88 ചിത്രം വന്നു. അതായത് 87 മറ്റോ ആണ് ചിത്രം വരുന്നത്. 88 ചിത്രം വരുന്നത്. കിലുക്കം അതിനുശേഷം അത് ഞങ്ങള് ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ട പടമാണ് തിയേറ്ററിൽ. നിങ്ങൾ പറഞ്ഞ പോലെ അതിന്റെ സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയുന്നത് നല്ല രസകരമായ. നമ്മള് കാസ്റ്റിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയദർശൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്ര ആൾക്കാർ, കാരണം നമുക്ക് അമ്പിളിച്ചേട്ടനുണ്ട്, ഇന്നസെന്റ് ഏട്ടനുണ്ട്, തിലകൻ ചേട്ടൻ, മാമൂക്കോയുണ്ട്, ഈ ഒരു പാറ്റേൺ ഓഫ് ആൾക്കാർ ഉള്ളത് കൊണ്ട് നമുക്ക് ഏതൊരു ഫാമിലി പാറ്റേൺ മൂവി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാലും ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആണ്, ഇവരത് ഇതായിക്കോളും. ഇതിന്റെ മിഥുനം, നമ്മൾ ആ സിനിമ ഈ സിനിമകളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ പക്ക നമുക്ക് സാധാരണ ഒരു സിനിമ മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, സാധാരണ ഒരു ഹീറോ അല്ലേ ഒരു സിനിമയ്ക്കകത്തിൽ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഈ കിലുക്കമാണെങ്കിലും ചന്ദ്രലേഖയാണെങ്കിലും വെള്ളാനകളുടെ നാട്, വന്ദനത്തിന് ബോയിങ് ഇതിലൊക്കെ മുകേഷ് മോഹൻലാൽ കട്ടയ്ക്ക് നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ സിനിമ കണ്ടാലേ ഇപ്പൊ ഓർക്കുമ്പോ തന്നെ നമുക്ക് ചിരി വരും. അത് എന്ത് ഭംഗിയായിട്ട് മൂന്ന് പെൺകുട്ടികളെ ഒരേ സമയം പ്രണയിക്കുന്ന ആളായിട്ടാണ് മോഹൻലാൽ. ഇതൊക്കെ ആ ടൈമിൽ എടുത്ത് പീക്ക് ചെയ്ത് വെക്കാന്ന് പറയുന്നത് അത് കൊമേഴ്ഷ്യൽ ഹിറ്റ് ആയിട്ട്, കോമഡി ഹിറ്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു.
നടന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹീറോ അല്ല പ്രിയദർശനുള്ളത്. പ്രിയദർശൻ ഒരുപാട് ഹീറോ ഉണ്ട്, അതിലൊരു ഹീറോ മാത്രമായിരുന്നു മോഹൻലാൽ. ചില സിനിമകളിൽ മുകേഷിന് തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഈ ജോണർ ഓഫ് എല്ലാ സിനിമകളും, തേന്മാവിൻ കൊമ്പത്ത് അതിൽ ശ്രീനിവാസൻ, നെടുമുടി വേണുചേട്ടൻ, നമ്മുടെ KPC ലളിത, ശോഭന നായിക കഥാപാത്രമല്ലേ. ശോഭന നായിക അല്ലാതെ സഹനടന്മാരൊക്കെ കേറി ഹിറ്റ് ആവുന്ന സിനിമകളായിരുന്നു മൊത്തം. അപ്പോ അവസാനം ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പത്തിന്റെ ഒക്കെ ഫൈറ്റ് വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. എന്തായാലും നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു ഫാമിലി കോമഡി ഹിറ്റ്. അത് പറയുന്നത് ഇങ്ങനെയാണ്, ഫീൽ ഗുഡ് സിനിമയായിരിക്കും. ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. മോഹൻലാൽ അദ്ദേഹത്തിന് പ്രിയദർശൻ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ്. എന്നാൽ മമ്മൂട്ടിയെ വെച്ച് പ്രിയദർശൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേഘം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, മോഹൻലാല് മാറ്റിയിട്ട് മമ്മൂട്ടിയെ വെച്ച് മേഘം എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം ചെയ്തു. നമ്പർ 20 മദ്രാസ് മെയിലിൽ മോഹൻലാൽ മമ്മൂക്ക ഒരുമിച്ച് ഒരു ബാനറിൽ വന്നിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു. അത് ജോഷിയായിരുന്നു സംവിധാനം ചെയ്തത്. 90കളിൽ. അതെ, ജോഷിയാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപിടി അതായത് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ചിത്രങ്ങളൊക്കെ തന്നെ 1980കളിൽ വന്നിട്ടുള്ള ചിത്രമാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സിനിമ തന്നെയായിരുന്നു ഇവരുടെ തലയിലുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിനടുത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ ഇരുന്ന് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു കൂട്ടം യുവാക്കൾ പിന്നീട് സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരെല്ലാം തന്നെ, ഒരാൾ സംവിധായകനാകുന്നു, ഒരാൾ മെയിൻ നടനാകുന്നു, പിന്നീട് മറ്റുള്ളവരൊക്കെ തന്നെ ഒപ്പം അഭിനയിക്കുന്നു. ഒരേ സമയത്ത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സിനിമാമോഹമായി നടന്നവരാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് ഞാൻ അവസാനം കേട്ട, ഈ അടുത്തിടയ്ക്ക് ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ കേട്ടൊരു കഥ, മോഹൻലാൽ ഈ പറയുന്ന പോലെ പ്രിയദർശനോട് പറഞ്ഞു തന്റെ സ്വന്തം നഗരത്തിൽ തനിക്കൊന്ന് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം എന്നൊരു ആഗ്രഹം മോഹൻലാൽ അവതരിപ്പിച്ചു. അപ്പൊ അവതരിപ്പിച്ചപ്പോൾ പറയും നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 2 മണിക്ക് ഞാൻ കേട്ട ഒരു കഥയാണ്, കഥയല്ലേ, നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. മോഹൻലാലിന്റെ തലസ്ഥാനത്ത് പൂജപ്പുര മുതൽ ഈ പറയുന്ന കോഫി ഹൗസ് വരെ നടക്കണം. പണ്ട് മോഹൻലാലില് ഈ പറയുന്ന MG കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന തട്ടകത്തിൽ വന്നിരുന്നവർ സംസാരിക്കുമല്ലോ. അപ്പൊ പൂജപ്പുര രവി എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. പൂജപ്പുര രവി അദ്ദേഹം മരണപ്പെട്ടു ഈ അടുത്തിടയ്ക്കാണ്. കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന മോഹൻലാലിനെയൊക്കെ സിനിമയിൽ കൊണ്ടുവരുന്നതിന് ഒരു കാരണക്കാരൻ അദ്ദേഹമൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന പൂജപ്പുര ജംഗ്ഷൻ, അതിലേക്ക് അറിയാവുന്ന അറിയില്ല, പൂജപ്പുരയിൽ നിന്ന് ആ കൽമണ്ഡപത്തിന്റെ അവിടെ നിന്ന് നേരെ സ്റ്റാച്യു വരെ മോഹൻലാലും ഈ പറയുന്ന രീതിയിൽ പൂജപ്പുര രവിയും കൂടെ ഇങ്ങനെ നടക്കുകയാണ് രാത്രി 2 മണിക്ക്. പിറകിൽ ബന്ധോസിനെ അവരുണ്ട്. മോഹൻലാലിന്റെ ഒരു ആഗ്രഹമാണ് യൂണിവേഴ്സിറ്റി കോളേജ് അവിടം വരെ ഒന്ന് മോഹൻലാലിന് പോകണം. അങ്ങനെ രാത്രി 2 മണിക്കോ 3 മണിക്കോ ഇടയ്ക്ക് ലാൽ തന്റെ ആഗ്രഹം നിറവേറ്റി എന്നാണ് പറയുന്നത്. പൂജപ്പുര രവിയും കൂടെ ഉണ്ട് മോഹൻലാലിന്റെ കൂടെ. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോയി. കാര്യം ഇവരുടെ ഇവരെ അങ്ങനെ ഇരുന്ന് ഇവരുടെ സ്വപ്നങ്ങൾ നെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തായാലും വളരെ സ്വപ്നതുല്യമായിട്ടുള്ള നല്ല ഫാമിലി 100ാമത്തെ ചിത്രം മനോഹരമായിരിക്കട്ടെ. വേറൊരു കാര്യം ഇതിൽ നമുക്ക് പറയേണ്ടി വരും. പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകൻ മോഹൻലാലിനെ വെച്ച് മലയാള സിനിമകൾ സംവിധാനം ചെയ്തു എന്നുണ്ടെങ്കിൽ ഇന്ന് അഭിഷേക് ബച്ചനെ വരെ വെച്ച് ഹിന്ദിയിൽ ഏറ്റവും വലിയ താരങ്ങളെ വെച്ച് സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകൻ കൂടെയാണ്. ഹിന്ദി സിനിമകൾ സംവിധാനം മികച്ച ഒരു സംവിധായകനാണ്. നമ്മൾ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആശംസകൾ. 100ാമത് മൂവിക്കായിട്ട് അതൊരു ഫാമിലി എന്റർടൈൻമെന്റ് ത്രില്ലർ ആയിരിക്കട്ടെ, ഒരു സൂപ്പർ ഹിറ്റ് മൂവി തന്നെ ആയിരിക്കട്ടെ.